വെൽക്കം ടു സ്റ്റഡി ബോർഡ്. നമ്മളിന്നിവിടെ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ 6ാമത്തെ ചാപ്റ്ററാണ് BNMൽ. അതിൽ നമ്മുടെ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ മീൻ ഡീവിയേഷൻ എന്ന് പറയുന്ന പോർഷനാണ് എടുക്കുന്നത്. ഇതിനു മുൻപ് നമ്മൾ ക്വാർട്ടൈൽ ഡീവിയേഷൻ കണ്ടു, റേഞ്ച് കണ്ടു. റേഞ്ചൊക്കെ വളരെ സിമ്പിളാണ്. ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് വെച്ചാലും അതിൽ എന്താണ് 3 സീരീസിൽ അത് കമ്പയർ ചെയ്യുമ്പോൾ നമ്മളെന്താണ് ഈ ഇക്വേഷൻസൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എളുപ്പത്തിൽ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇനിയാണ് മീൻ ഡീവിയേഷൻ വരുന്നത്. അപ്പോൾ മീൻ ഡീവിയേഷൻ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയാണ് അതിൻ്റെ ഇക്വേഷൻ വരുന്നത്. മീൻ ഡീവിയേഷൻ എന്നാണ് ഇത് പറയുന്നത്. അത് മീനിൽ നിന്നും മീഡിയനിൽ നിന്നും മോഡിൽ നിന്നും നമുക്ക് ഡീവിയേഷൻ കാണും. അപ്പോൾ എന്താണ് സമ്മേഷൻ ഓഫ് ഡീവിയേഷൻ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഐറ്റംസ് ആണ്. അപ്പോൾ അതിൽ ഇങ്ങനെ ഇതിൻ്റെ തിയറി ചോദിക്കുകയാണ് ഇത്ര എഴുതുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇൻഡിവിജ്വൽ സീരീസിൽ ഇതെങ്ങനെ കാണുന്നുണ്ടെന്നുള്ളത്. ഓക്കെ, മീൻ ഡീവിയേഷൻ എന്ന് വെച്ചാൽ നമുക്ക് അത് എന്താണ് അതിൻ്റെ പ്രോബ്ലം നമ്മൾ ചെയ്യുന്ന നേരത്തെ കൂടുതലായിട്ടത് നോക്കാന്നുള്ളതാണ്. അപ്പോൾ ആദ്യം ഇൻഡിവിജ്വൽ സീരീസിൽ ആദ്യം എന്താണ് മീൻ കാണുക, അതായത് സിഗ്മ എക്സ് ഡിവൈഡ് ബൈ n കാണുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആ എക്സ് വെച്ചിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഡീവിയേഷൻസ് കാണുക. എന്നിട്ട് ആ ഡീവിയേഷൻസിൻ്റെ ടോട്ടൽ ചെയ്യുക, അതിന് n ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഞാൻ ഇതിൻ്റെ കോവിഷൻ കാണണമെങ്കിൽ എന്താണ് മീൻ ഡീവിയേഷൻ ഡിവൈഡ് ബൈ മീൻ എന്ന് ചെയ്താൽ മതി. അപ്പോൾ അത് മീഡിയൻ കണ്ടിട്ടും ചെയ്യാം, മോഡ് കണ്ടിട്ടും ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ അങ്ങനത്തെ ഒരു ചോദ്യം തന്നിട്ടുണ്ട്. ഓക്കെ, ഫൈൻ മീൻ ഡീവിയേഷൻ ഫ്രം ദ ഫോളോയിങ് ഡാറ്റ. അപ്പോൾ മീൻ ഡീവിയേഷൻ ഫ്രം മീൻ ആണ് കാണേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം ആഡ് ചെയ്യാം. സിഗ്മ എക്സ് ഡിവൈഡ് ബൈ എത്ര ഐറ്റംസ് ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് 530. അതാണ് സിഗ്മ എക്സ്. ഒന്നുകിൽ നിങ്ങൾ പിന്നെ ടോട്ടൽ താഴെ ചെയ്തത് താഴെ എന്താണ് സിഗ്മ എക്സ് എല്ലാത്തിൻ്റെയും കൂടി ടോട്ടൽ എത്ര നമ്പേഴ്സ് ഉണ്ട്? 10. അപ്പോൾ 530/10 53ആണ് ഇതിൻ്റെ മീൻ വരുന്നത്. ഇനി എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 25 നിന്ന് 53 മൈനസ് ചെയ്യുക. അപ്പോൾ അതിന് നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ ഈ ഡീവിയേഷൻ ഈ ഡീൻ്റെ അവിടെ 2 ഭാഗത്ത് എന്ത് ചെയ്യുന്നുണ്ട്, 2 ലൈന് വരയ്ക്കുന്നുണ്ട്. അപ്പോൾ എന്ത് വന്നാലും അത് പോസിറ്റീവ് ആക്കുക എന്നുള്ളതാണ്. 2 ലൈൻ അതുകൊണ്ടാണ് വരയ്ക്കുന്നത്. അപ്പോൾ 25 നിന്ന് ഇതിന് മീൻ എത്ര കിട്ടിയത്? 53. 25 മൈനസ് 53 അത് ശരിക്കും വരുന്നത് -28ആണ്. പക്ഷേ ഈ 2 ലൈന് വരയ്ക്കുന്നത് കൊണ്ട് ആ മൈനസ് സൈൻ അവിടെ കട്ടായി പോവാണ്. 28 എന്നുള്ളതാണ് എഴുതേണ്ടത്. മൈനസ് സൈൻ ഒരിക്കലും എടുക്കാൻ പാടില്ല എന്ന് സൂചിപ്പിക്കാനാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ആ 2 ലൈന് വരയ്ക്കുന്നത്. മൈനസ് ആവട്ടെ പോസിറ്റീവ് ആവട്ടെ എന്താണോ കിട്ടുന്നത് അത് മൈനസ് ഇല്ലാതെ എഴുതി വെക്കുക എന്നുള്ളതാണ്. 64 നിന്ന് 53 കുറച്ചാൽ അത് പോസിറ്റീവ് 11ആണ്, വേറെ ഒന്നും വരുന്നില്ല. 84 നിന്ന് 53 കുറച്ചാൽ 31, 75 നിന്ന് 53 കുറച്ചാൽ 22, 60 നിന്ന് 53 കുറച്ചാൽ 7, 70 നിന്ന് 53 കുറച്ചാൽ 17, 82 നിന്ന് 53 കുറച്ചാൽ 29, 27 നിന്ന് 53 കുറച്ചാൽ 26, 30 നിന്ന് 53 കുറച്ചാൽ -23 ആണ്. പക്ഷേ 23 എഴുതുന്നത് കാര്യം എന്താണ്, ഇങ്ങനെയാണല്ലോ നമ്മൾ ഇക്വേഷൻ ഡി ഇങ്ങനെയാണ് എഴുതുന്നത്. പിന്നെന്താണ് അവസാനം തന്നിരിക്കുന്നത് 13 നിന്ന് 53 കുറച്ചാൽ -40 ആണ് വരിക. ഇങ്ങനെ എഴുതുന്നത് കൊണ്ട് എന്താണ് ഇവിടെ 40 എന്നുള്ളതാണ്. ഇതിൻ്റെ ടോട്ടൽ നിങ്ങൾ കാണുക എന്നുള്ളതാണ്. അത് 234 ആണ്. എത്ര ഐറ്റംസ് ഉള്ളത്? 10 ഐറ്റംസ് ഉള്ളത്. അപ്പോൾ 234/10 23.4 ആണ് മീൻ ഡീവിയേഷൻ ഫ്രം മീൻ ആയിട്ട് വരുന്നത്. ഓക്കെ, കാര്യങ്ങൾ സിമ്പിളാണെന്ന് കരുതുന്നു. ആദ്യം നിങ്ങൾ മീൻ കാണുക ഇൻഡിവിജ്വൽ സീരീസ് ആണെങ്കിൽ, എന്നിട്ട് ഡീവിയേഷൻസ് കാണുക. തന്ന ഐറ്റംസ് നിന്നാൽ മീൻ മൈനസ് ചെയ്യുക. അത് പോസിറ്റീവ് ആവട്ടെ നെഗറ്റീവ് ആവട്ടെ അതെന്താണ്, അത് പോസിറ്റീവ് ആയിട്ട് തന്നെ എഴുതുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് എന്താണ് നമ്പർ ഓഫ് ഐറ്റംസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടി, നമുക്ക് മീൻ ഡീവിയേഷൻ കിട്ടി എന്നുള്ളതാണ്. അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ മീൻ ഡീവിയേഷൻ കാണുക, ഇതെല്ലാം കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് എത്ര നമ്പേഴ്സ് ഉണ്ട്? 6 നമ്പേഴ്സ് ഉണ്ട്. അതുവഴി ഡിവൈഡ് ചെയ്യുക. അപ്പോൾ മീൻ കിട്ടും. എന്നിട്ട് ഓരോ ഐറ്റംസ് ആയിട്ട് മൈനസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ ടോട്ടൽ കാണുക. അതിൻ്റെ നമ്പർ ഓഫ് ഐറ്റംസ് ആയിട്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് മീൻ ഡീവിയേഷൻ ഫ്രം മീൻ കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ഇൻഡിവിജ്വൽ സീരീസിൽ മീൻ ഡീവിയേഷൻ ഫ്രം മീഡിയൻ കാണാൻ സാധിക്കും. അപ്പോൾ അതെന്താണ് ഇവിടെ കൊടുത്തത്, ഇത് ഇൻഡിവിജ്വൽ സീരീസ് ആണ്, ഡിസ്ക്രീറ്റ് അല്ല. കാൽക്കുലേറ്റ് മീൻ ഡീവിയേഷൻ ആൻഡ് കോവിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ ഫ്രം ഓഫ് ദ ഇൻകം ഗ്രൂപ്പ് ഓഫ് 5 മെമ്പേഴ്സ് ഗിവൺ ബിലോ. മീൻ ഡീവിയേഷൻ ഫ്രം മീഡിയൻ കാണാനാണ്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക, ഇതിങ്ങനെ എഴുതി വെക്കുക. എന്നിട്ട് നിങ്ങളിതിൻ്റെ മീഡിയൻ കാണുക. മീഡിയൻ കാണാൻ എത്ര ഐറ്റംസ് ഉണ്ട്? 1, 2, 3, 4, 5. അപ്പോൾ ഇത് നിങ്ങൾ ആദ്യം എന്താണ് ഇതിങ്ങനെ അസെൻഡിങ് ഓർഡർ തന്നെ അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ മീഡിയൻ കാണണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ തന്ന സീരീസിന് എന്ത് ചെയ്യണം, അസെൻഡിങ് ഓർഡറിൽ എഴുതണം. എന്നിട്ട് മീഡിയൻ കാണാം. അപ്പോൾ എത്ര എണ്ണം ഉണ്ട്? 1, 2, 3, 4, 5. n 5 ആണ്. അപ്പോൾ 5 + 1 ഡിവൈഡ് ബൈ രണ്ടാമത്തെ ഐറ്റാണ്. അപ്പോൾ മൂന്നാമത്തെ ഐറ്റാണ് ഇവിടെ എന്ത് വരുന്നത്, മീഡിയൻ വരുന്നത്. അപ്പോൾ 4400 ആണ് ഇവിടെ മീഡിയൻ ആയിട്ട് വരുന്നത്. മീഡിയൻ കാണേണ്ട ഇക്വേഷൻ നിങ്ങൾ മറന്നിട്ടില്ല എന്ന് കരുതുന്നു. n+1 ഡിവൈഡ് ബൈ 2 ഐറ്റാണ് ഇൻഡിവിജ്വൽ ആൻഡ് ഡിസ്ക്രീറ്റ് സീരീസിൽ. കണ്ടിന്യൂസ് സീരീസിൽ മാത്രമാണ് നമ്മൾ n/2 ഐറ്റം കാണുക. എന്നിട്ട് പിന്നെ എന്താണ്
പ്ലസ് എന്താണ് n/2 മൈനസ് CF ഡിവൈഡ് ബൈ F ഇൻറ്റു എന്ത് I വരുന്നത്. ഓക്കെ, അപ്പോൾ അത് വേറെ തന്നെ സംഗതിയാണ്. അതിലേക്ക് നമുക്ക് കണ്ടിന്യൂസ് സീരീസിൽ പോവാം. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 4200 അപ്പോൾ എന്ത് കാണുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ കിട്ടിയ മീഡിയം ഉണ്ടല്ലോ, ഇത് വെച്ചിട്ട് ഇതിൻ്റെ ഡീവിയേഷൻസ് കാണുക. അപ്പോൾ 4000 നിന്ന് 4400 കുറച്ചാൽ -400 വരിക. ഇവിടെ നമ്മൾ ഡീവിയേഷൻ ഇങ്ങനെ ഇടുന്നത് കൊണ്ട് ആ മൈനസ് ഇവിടെ കാണിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഇതിങ്ങനെ ഇടുന്നത്. 4200 നിന്ന് 4400 കുറയ്ക്കുക 200 കിട്ടും. അതുപോലെ 4400 നിന്ന് 4400 കുറച്ചാൽ 0 വരുന്നത്. 4600 നിന്ന് 4400 കുറച്ചാൽ 200 കിട്ടുക. 4800 നിന്ന് 4400 കുറച്ചാൽ 400 കിട്ടുക. ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ 1200 നമ്മുടെ സമ്മേഷൻ ഓഫ് ഡീവിയേഷൻ. സമ്മേഷൻ ഓഫ് ഡീവിയേഷൻ എന്ന് വെച്ചാൽ 1200. അപ്പോൾ അതിൻ്റെ മീൻ ഡീവിയേഷൻ കിട്ടണമെങ്കിൽ ഇതിൻ്റെ സമ്മേഷൻ, ഇതിൻ്റെ സിഗ്മ, അതിൻ്റെ ടോട്ടലൂടെ എഴുതുക. എത്ര നമ്പർ ഉണ്ട് അത് ഡിവൈഡ് ചെയ്യുക. 240 മീൻ ഡീവിയേഷൻ വരുന്നത്. ഇതിൻ്റെ കോവിഷ്യൻ്റ് കിട്ടണമെങ്കിൽ എന്താണ്? മീൻ ഡീവിയേഷനും ഡിവൈഡ് ബൈ മീഡിയൻ ആണ് ഇതിൻ്റെ കോവിഷ്യൻ വരിക. മീൻ ഡീവിയേഷൻ ബൈ മീഡിയൻ. ഓക്കെ, അപ്പോൾ മീൻ കാണുകയാണെങ്കിൽ എന്താണ്? മീൻ ഡീവിയേഷൻ ബൈ മീനാണ് കോവിഷ്യൻ്റ്. അപ്പോൾ ഈ കേസിലാണെങ്കിൽ കോവിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ. അപ്പോൾ ഈ കേസിലാണെങ്കിൽ ഇവിടെ മീൻ വെച്ചിട്ടല്ലേ നമ്മൾ മീൻ ഡീവിയേഷൻ കണ്ടത്, താഴത്തെ മീഡിയൻ വെച്ചിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ കോവിഷ്യൻ കിട്ടണമെങ്കിൽ എന്താണ്? മീൻ ഡീവിയേഷൻ ബൈ മീനാണ്. ഇവിടെ വരുമ്പോൾ എന്താണ്? മീഡിയൻ വെച്ചിട്ടാണ് നമ്മൾ മീൻ ഡീവിയേഷൻ ഇവിടെ കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്താണ്? ഇതിൻ്റെ കോവിഷ്യൻ്റ് എന്താണ്? മീൻ ഡീവിയേഷൻ ബൈ മീഡിയൻ ആണ്. മീഡിയൻ വെച്ചിട്ടാണ് ഇത് കാണുന്നതെങ്കിൽ, ഡീവിയേഷൻ കാണുന്നതെങ്കിൽ കോവിഷ്യൻ കാണുമ്പോൾ മീൻ ഡീവിയേഷൻ, കിട്ടിയ മീൻ ഡീവിയേഷൻ എന്താണ്? അതുമായിട്ട് മീഡിയനായിട്ട് ഡിവൈഡ് ചെയ്യാം. അല്ല മീൻ വെച്ചിട്ടാണ് ചെയ്തതെങ്കിൽ മീൻ ഡീവിയേഷൻ ബൈ മീനായിട്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലെ മീഡിയൻ കണ്ടിട്ട് എന്ത് ചെയ്യുക? നിങ്ങളത് ആദ്യം അസെൻഡിങ് ഓർഡറിൽ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക? മീഡിയൻ കാണുക, അത് വെച്ചിട്ട് ഡീവിയേഷൻസ് കാണുക. ഡീവിയേഷൻസിന് ഒരു തരത്തിലും എന്ത് കൊടുക്കാൻ പാടില്ല? നെഗറ്റീവ് കൊടുക്കാൻ പാടില്ല. ആഡ് ചെയ്യുക. എത്ര നമ്പേഴ്സ് ഉണ്ട്? 1 2 3 4 5 6 7 8 9 10. ആ കിട്ടിയ ഡീവിയേഷൻസിൻ്റെ ടോട്ടൽ ഉണ്ടല്ലോ, അതുമായിട്ട് ആ നമ്പർ ഓഫ് ഐറ്റംസ് 10 ഡിവൈഡ് ചെയ്താൽ മീൻ ഡീവിയേഷൻ കിട്ടും. കോവിഷ്യൻ കിട്ടണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ആ കിട്ടിയ മീൻ ഡീവിയേഷനെ ഇവിടെ മീഡിയൻ വെച്ചിട്ടാണ് നമ്മൾ കാണുക. അതുകൊണ്ട് ആ മീഡിയനായിട്ട് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ മീഡിയൻ കാണുമ്പോൾ ഇവിടെ ഇരട്ട സംഖ്യകളാണ്. 10 ആയതുകൊണ്ട് എന്താണ്? 5ൻ്റെയും 6ൻ്റെയും ഇടയിൽ 5ഉം 6ഉം ഐറ്റംസ് ആഡ് ചെയ്തിട്ട് അതിന് നടുവിലുള്ള ഐറ്റംസ് ആയിരിക്കും വരിക. ഇനി ഡിസ്ക്രീറ്റ് സീരീസിൽ മീൻ ഡീവിയേഷൻ മീനിൽ നിന്നും മീഡിയനിൽ നിന്നും മോഡിൽ നിന്നൊക്കെ കാണാം. ഇപ്പോൾ ഇതിലും നമ്മളെന്താണ് നോക്കിക്കഴിഞ്ഞാൽ ഇതിന് മോഡൊന്നും കാണാനില്ല. മോഡാണെങ്കിൽ മോഡ് വെച്ചിട്ട് എന്താണ്? മീൻ ഡീവിയേഷൻ കാണാം. മോഡ് എടുക്കുക, എന്നിട്ട് ഡീവിയേഷൻസ് എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? ഇക്വേഷൻ ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഡിസ്ക്രീറ്റ് സീരീസിൽ ഫൈൻ മീനാണ്. അപ്പോൾ ആദ്യം എന്താണ്? ഡിസ്ക്രീറ്റ് സീരീസിൽ നിന്ന് നമ്മൾ എന്താണ്? സിഗ്മ FX ഡിവൈഡ് ബൈ n ആണല്ലോ മീന്. അത് വെച്ച് മീന് കാണുക, എന്നിട്ട് ഡീവിയേഷൻസ് കാണാം. ഡീവിയേഷൻസ് കാണുന്ന നേരത്ത് എന്താണ്? ഈ ഡീവിയേഷൻ കിട്ടിയ ഡീവിയേഷനും ഈ പറഞ്ഞ ഫ്രീക്വൻസി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് എന്ത് വേണം? അതിനെ n ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ കണക്ക് നമുക്ക് നോക്കാം. അതിൻ്റെ കോഎഫിഷ്യൻ്റ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ മീഡിയൻ വെച്ചിട്ടാണ് കാണുന്നതെങ്കിൽ എന്താണ്? ഇപ്പോൾ മീൻ ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ മീഡിയൻ വരികയും ചെയ്യും കേട്ടോ. കോഎഫിഷ്യൻ്റ് മീഡിയൻ വെച്ചിട്ടാണ് നമ്മൾ മീൻ ഡീവിയേഷൻ കണ്ടതെങ്കിൽ. അപ്പോൾ കാൽക്കുലേറ്റ് മീൻ ഡീവിയേഷൻ ഫ്രം മീൻ ആണ്. അപ്പോൾ ഇതിലിങ്ങനെ കൊടുത്തിട്ടുണ്ട്, ഐറ്റംസ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഫ്രീക്വൻസി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഐറ്റംസ് നമ്മൾ ആദ്യം ഇവിടെ എഴുതുന്നു, ഫ്രീക്വൻസി നമ്മൾ ഇവിടെ എഴുതുന്നു. ഇത് വെച്ചിട്ട് ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇവിടെ എഴുതുന്നു. ഇത് വെച്ചിട്ട് ഇതാണ് സിഗ്മ FX. n എന്താണ്? ഫ്രീക്വൻസീൻ്റെ ടോട്ടലാണ് n എന്ന് വെച്ചാൽ. അപ്പോൾ n ടോട്ടൽ എത്രയാണ്? 40 ഈ പറയുന്ന F-ൻ്റെ X-ൻ്റെ ടോട്ടൽ 1320 1320. ഇത് 40. അപ്പോൾ ഇത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 33 കിട്ടുന്നത്. അതാണ് നമ്മുടെ മീൻ കിട്ടുന്നത്. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് 33 കിട്ടുന്നത് അല്ലേ. അപ്പോൾ ഈ കിട്ടിയ എക്സിൽ നിന്ന് എന്ത് കാണുക? ഈ കിട്ടിയ മീന് കുറയ്ക്കുക ഓരോന്നായിട്ട്. 10ൽ നിന്ന് ഇവിടെ നിന്നാണ് കുറക്കേണ്ടത്, ഇതിൽ നിന്ന് കുറയ്ക്കരുത് കേട്ടോ. ഇതിൽ നിന്ന് 33 കുറച്ചാൽ 23 -23 പക്ഷേ എന്താണ്? അത് പോസിറ്റീവായിട്ട് തന്നെ എഴുതുക. അതുപോലെ 20ൽ നിന്ന് 33 കുറച്ചാൽ -13 അതും പോസിറ്റീവായിട്ട് എഴുതുക. 30ൽ നിന്ന് 33 കുറച്ചാൽ -3 അതും പോസിറ്റീവായിട്ട് എഴുതുക. 40ൽ നിന്ന് 33 കുറച്ച് 7 50ൽ നിന്ന് 33 കുറച്ചാൽ 17 ഓക്കെ, ഇത് ഡീവിയേഷൻ കുറച്ചിട്ട് ഈ എഫും ഈ ഡീവിയേഷനും മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ എഴുതുക. ഈ എഫും ഈ ഡീവിയേഷനും മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ എഴുതുക. ഇതും മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ എഴുതുക. ഇതും മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ എഴുതുക. ഇതും മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ എഴുതുക. ഇതിൻ്റെ ടോട്ടൽ താഴെ എഴുതുക. അപ്പോൾ ഇങ്ങനെ കിട്ടണം നമുക്കത്. കുറച്ചും കൂടി എന്താണ്? ടൈം കൺസ്യൂമിംഗ് ആണ്. ഡിസ്ക്രീറ്റ് സീരീസിലെ
കുറച്ചും കൂടി ടൈം കൺസ്യൂമിങ് ആണ്. അങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇതും നോക്കിക്കഴിഞ്ഞാൽ ഇത് സിഗ്മ എഫ് ഡീവിയേഷൻ അതാണ് 400 ഡിവൈഡ് ബൈ n ചെയ്താൽ എന്ത് കിട്ടി? മീൻ ഡീവിയേഷൻ കിട്ടി. ഇതിൻ്റെ കോവിഷ്യൻ്റ് കിട്ടണമെങ്കിൽ എന്താണ്? ഈ കിട്ടിയ മീൻ ഡീവിയേഷൻ ഡിവൈഡ് ബൈ മീൻ എത്ര നമുക്ക് കിട്ടിയത്? 33. 10 ഡിവൈഡ് ബൈ 33.30 മീൻ. ഓക്കെ, അപ്പോൾ ഇതാണ് ഡിസ്ക്രീറ്റ് സീരീസിൽ. ഇനി മീഡിയനും ഡിസ്ക്രീറ്റ് സീരീസിൽ കണ്ടിട്ട് നമുക്ക് എന്താണ് അതിൽ നിന്നും മീൻ ഡീവിയേഷൻ കാണാവുന്നതേ ഉള്ളൂ. ആദ്യം മീൻ കണ്ടിട്ട് നമ്മൾ ചെയ്തു. അതുമാതിരി എന്താണ് മീഡിയൻ കണ്ടിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ചോദ്യം. 2, 4, 6, 8, 10 ആണ് എക്സ്. എഫ് ഫ്രീക്വൻസി കൊടുത്ത 1, 4, 6, 4, 1 ആണ്. അപ്പോൾ ആദ്യം നിങ്ങളിവിടെ കാണേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ മീഡിയൻ കാണുക എന്നുള്ളതാണ്. മീഡിയൻ വരുന്നത് എന്താണ്? n+1+2th ഐറ്റമാണ്. അപ്പോൾ ഇവിടെ മീഡിയൻ നോക്കിക്കഴിഞ്ഞാൽ എത്ര ഐറ്റം ഉണ്ട്? n ഇവിടെ 16 ആണ്. അപ്പോൾ 16 + 1 ഇവിടെ 8.5th ഐറ്റമാണ്. 8.5th ഐറ്റം എന്ന് പറയണ നേരത്തെ 8.5 എന്തിൻ്റെ അടുത്താണ് നോക്കിക്കഴിഞ്ഞാൽ 8 വരുന്നത് ഇതിൻ്റെ അടുത്തായിട്ടാണ് വരിക. ഇവിടെ 1 വരും, 5, 11 അല്ലേ? അപ്പോൾ ഇവിടെയാണ് വരിക. ഓക്കെ, അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഇവിടെ എഴുതിയിരിക്കുക. അത് ശരിക്കും ഇവിടേക്ക് എഴുതേണ്ടതാണ്. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഇതവിടെ അത് തെറ്റിച്ച് എഴുതിയിരിക്കുന്നത്, അത് ഇവിടെയാണ് എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ 1, 5, 11 ഇതിലാണ് 8.5 വരിക. അപ്പോൾ ഇതാണ് മീൻ. 6 മീഡിയൻ വരുന്നത്. ഓക്കെ, 6 ഇവിടെ മീഡിയൻ വരുന്നത്. ഡിസ്ക്രീറ്റ് സീരീസിൽ മീഡിയൻ കാണുന്നതൊന്നും പരിശോധിക്കട്ടോ. 6 മീഡിയൻ വരുന്നത്. അപ്പോൾ 6 കിട്ടിക്കഴിഞ്ഞാൽ മീഡിയൻ കിട്ടിക്കഴിഞ്ഞു. മീഡിയൻ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിൽ നിന്ന് ആ മീഡിയൻ 6 കിട്ടിയ മീഡിയൻ 2ൽ നിന്ന് 6 കുറയ്ക്കുക -4. പക്ഷെ എന്താണ് ഇങ്ങനെ എഴുതുന്നത് കൊണ്ട് 4 എന്ന് എഴുതുക. 4ൽ നിന്ന് 6 കുറയ്ക്കുക -2. നമ്മളിങ്ങനെ എഴുതുന്നത് കൊണ്ട് ഇവിടെ 2 എന്ന് എഴുതുക. 6ൽ നിന്ന് 6 കുറച്ചാൽ 0, 8ൽ നിന്ന് 6 കുറച്ചാൽ 2, 10ൽ നിന്നും 6 കുറച്ചാൽ 4. അങ്ങനെ എഴുതുക. എഫ് ഇൻറ്റു ഡീവിയേഷൻസ് ചെയ്യുക. ഇതിവിടെ ടോട്ടൽ ചെയ്യാം. ഓക്കെ, അത് ടോട്ടൽ ചെയ്യുക. നമ്പർ 16 അല്ലേ? അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ മീൻ ഡീവിയേഷൻ കിട്ടണമെങ്കിൽ ആ ടോട്ടൽ ഉണ്ടല്ലോ സിഗ്മ എഫ് ഡി 24/n എത്രയാണ്? 16. അത് 1.5 വരുന്നത്. ഇനിയിപ്പം ഇതിൻ്റെ കോഎഫിഷ്യൻ്റ് കാണണമെങ്കിൽ എന്താണ്? മീൻ ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ മീഡിയനെ വരിക. അപ്പോൾ 1.5 ഡിവൈഡ് ബൈ മീഡിയൻ 6. ഓക്കെ, അപ്പോൾ അത് ചെയ്താൽ എന്താണ്? കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ കിട്ടും. കാര്യം ഇവിടെ മീഡിയൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? മീൻ ഡീവിയേഷൻ കണ്ടത്. അപ്പോൾ ഇതേപോലെ ഇതിൻ്റെ നിങ്ങൾ ചെയ്ത് നോക്കാൻ ശ്രമിക്കാം. ഇനി കണ്ടിന്യൂസ് സീരീസിൻ്റെതാണ്. കണ്ടിന്യൂസ് സീരീസ് നമുക്കറിയാം മീൻ കാണണമെങ്കിൽ സിഗ്മ എഫ് ഇൻറ്റു എം ഡിവൈഡ് ബൈ n ആണ്. അത് വെച്ച് ഡീവിയേഷൻസ് കാണുക. അത് കഴിഞ്ഞിട്ട് എന്താണ്? എഫ് ഇൻറ്റു ഡീവിയേഷൻ ചെയ്യുക. അതിൻ്റെ ടോട്ടൽ ചെയ്യുക, എന്നുമായി ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ കോഎഫിഷ്യൻ്റ് കാണണമെങ്കിൽ മീൻ ഡീവിയേഷൻ ഡിവൈഡ് ബൈ മീനാണ്. ഇനി അതിൻ്റെ ഒരു ചോദ്യം ഇവിടെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. കാൽക്കുലേറ്റ് മീൻ ഡീവിയേഷൻ ഫ്രം ദ ഫോളോയിങ് ഡാറ്റ. മാർക്കുകൾ കൊടുത്തിട്ടുണ്ട്, ഫ്രീക്വൻസി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത ഫ്രീക്വൻസി ചെയ്താൽ ഇതിൻ്റെ മിഡ് വാല്യൂ ചെയ്താൽ. അപ്പോൾ 10ൻ്റെയും 0-നും 10ൻ്റെ ഇടയിൽ 5, 10ൻ്റെ 20ൻ്റെ ഇടയിൽ 15, 20ൻ്റെയും 30ൻ്റെ ഇടയിൽ 25, 30ൻ്റെയും 40ൻ്റെ ഇടയിൽ 35, 40ൻ്റെ 50ൻ്റെ ഇടയിൽ 45, 50ൻ്റെ 60ൻ്റെ ഇടയിൽ 55, 60ൻ്റെ 70ൻ്റെ ഇടയിൽ 65. ഓക്കെ, അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടെ ഇവിടെ അവർ ചെയ്തിരിക്കുന്നത് ഇവർ അസ്യൂംഡ് മീൻ മെത്തേഡാണ്. ഇതിന് അസ്യൂംഡ് മീനായിട്ട് എടുത്തിട്ടാണ് ഇവിടെ മീൻ കാണുന്നത്. ഓക്കെ, അസ്യൂംഡ് മീനായിട്ട് ഇതിനെ എടുത്ത് അപ്പോൾ എന്താണ് ഇതിൽ നിന്ന് അസ്യൂംഡ് മീന് അതായത് ഈ 5ൽ നിന്ന് അസ്യൂംഡ് മീൻ 25 കുറച്ചിട്ട് അതിനെ എന്തെടുക്കുക? ഇവിടെ ഇതിൻ്റെ ഇടയിൽ വന്ന കോമൺ അല്ലെങ്കിൽ എന്താണ് ക്ലാസ് ഇൻ്റർവൽ എത്രയാണ്? 10. അപ്പോൾ അത് വെച്ച് ചെയ്യണ നേരത്തെ ഇവിടെ വന്നിരിക്കുന്നത് എത്രയാണ്? ഇവിടെ -2 ഇവിടെ 1, ഇവിടെ 0, 1, 2, 3, 4 D' കിട്ടി. എന്നിട്ട് എഫ് ഇൻറ്റു D' ചെയ്തു. അത് ഇവിടെ ടോട്ടൽ ചെയ്തു. എഫ് ഇൻറ്റു D', അതായത് ഈ ഓരോ എഫും ഇത് D' ആണല്ലോ കിട്ടുന്നത്. നിങ്ങളുടെ അസ്യൂംഡ് മീൻ മെത്തേഡ് കണ്ടിന്യൂസ് സീരീസിൽ മീൻ കാണുന്നത് നോക്കുക. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ എഫ് ഇൻറ്റു D' 60 n എത്രയാണ് വരുന്നത്? എന്നും 60 വരിക. എ എത്രയാണ്? അത് 25 അസ്യൂംഡ് മീൻ. 25 അസ്യൂംഡ് മീനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത്.
അപ്പോൾ എ 25 എഫ് ഇൻറ്റു ഡി ഡാഷ് 60 എൻ വരുന്നത് 60. സി ക്ലാസ് ഇൻ്റർവെൽ, ഇത് തമ്മിൽ ക്ലാസ് ഇൻ്റർവെൽ 10 വരുന്നത്. അങ്ങനെ അത് വെച്ചിട്ട് വരും എന്താണ് മീൻ കാണുന്നു. ഇപ്പോൾ 25 അസ്യൂംഡ് മീൻ, എഫ് ഇൻറ്റു ഡി ഡാഷ് 60. അപ്പോൾ ഇവിടെ 60/60 ഇൻറ്റു 10, അത് 10 തന്നെയാണ് വരിക. 35 എന്ത് നമ്മുടെ മീൻ വരുന്നത്. ഡീവിയേഷൻസ് എടുക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഡീവിയേഷൻ എടുക്കുമ്പോൾ ഇവിടെ കോമൺ ആയിട്ട് ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത്, ഇവിടെ ഡീവിയേഷനിൽ കോമൺ ആയിട്ടുള്ള ഇതിൻ്റെ ഇടയിലെ ക്ലാസ് ഇൻ്റർവെൽ ഉണ്ടല്ലോ 10. അതായത് ഇവിടെ 35 നമ്മുടെ മീൻ വന്നിരിക്കുന്നത്. മീനിൽ നിന്ന് ഈ പറഞ്ഞ മിഡ് വാല്യൂ കുറയ്ക്കുക. അതായത് ഈ മിഡ് വാല്യൂ നിന്ന് മീൻ കുറയ്ക്കുക. 5-ന്ന് 35 കുറച്ച് കഴിഞ്ഞാൽ -30 വരിക. അതിൽ ഇതിൻ്റെ ക്ലാസ് ഇൻ്റർവെൽ എത്രയാണ് 10. അപ്പോൾ അത് ഡിവൈഡ് ചെയ്യുക -3. അതാണ്. പിന്നെ ഇവിടെ ഈ 2 ലൈൻ ഉള്ളത് കൊണ്ട് ആ മൈനസ് ഒഴിവാക്കുക എന്നുള്ളതാണ്. അതേമാതിരി 15 നിന്ന് 35 കുറച്ചാൽ മൈനസ് എത്ര വരുന്നത് 20 വരുന്നത്. അപ്പോൾ അതിനെ 10 ക്ലാസ് ഇൻ്റർവെല്ലായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ -2. അതിനെന്ത് ചെയ്യുക, 2 ആക്കിയിട്ട് മാറ്റുക. 25 നിന്ന് 35 കുറച്ചാൽ -10, അതിനെ 10 ഡിവൈഡ് ചെയ്താൽ 1. അങ്ങനെ ഡീവിയേഷൻസ് ഒക്കെ 10 ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ഡീവിയേഷനും ഈ നമ്മുടെ ഇത് അസ്യൂംഡ് മീൻ എടുക്കുന്നത് കൊണ്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഈ ഡീവിയേഷനും ഈ പറയുന്ന നമ്മുടെ എന്താണ് ഈ ഫ്രീക്വൻസി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇവിടെ എഴുതുക. എന്നിട്ട് ഈ ഫ്രീക്വൻസീൻ്റെ ടോട്ടൽ താഴെ എഴുതുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മീൻ ഡീവിയേഷൻ കിട്ടണമെങ്കിൽ ഈ ഫ്രീക്വൻസി ഇൻറ്റു ഡീവിയേഷൻ്റെ ടോട്ടൽ സിഗ്മ ഡിവൈഡഡ് ബൈ എൻ ഇൻറ്റു എന്ത് ചെയ്യണം, ഈ പറയുന്ന ഇത് ചെയ്യണം, നമ്മളെ ക്ലാസ് ഇൻ്റർവെൽ ചെയ്യണം. അപ്പോഴാണ് എന്ത് കിട്ടുക, നമുക്ക് ഇത് 11.33 കിട്ടുക. അല്ലെങ്കിൽ നിങ്ങളിവിടെ ഡീവിയേഷനിൽ ഈ 10 ഡിവൈഡ്, അതായത് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ 5 - 35 അത് എന്ത് കിട്ടും, ഇവിടെ 30 കിട്ടും. അതായത് -30 കിട്ടുക, ഈ മൈനസ് ഒഴിവാക്കുക. ഇവിടെ ഇവിടെ 20, ഇവിടെ 10, ഇവിടെ 0, ഇവിടെ 10, ഇവിടെ ഇത്. അങ്ങനെ കഴിഞ്ഞാൽ ഇവിടെ 120, ഇവിടെ 120, 100, 100, 120, 120, 680 കിട്ടും. ഈ 680 ഡയറക്റ്റായിട്ട് നിങ്ങൾ 60 ഡിവൈഡ് ചെയ്താലും എന്ത് കിട്ടും, ഈ പറഞ്ഞ 11.33 കിട്ടും. അവിടെ എന്താണ്, ഇവിടെ സി ആയിട്ട് പിന്നെ മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, സി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ എന്താണ്, ആദ്യം ഇതിനെല്ലാം ഈ പറയുന്നത് നമ്മളെന്താണ്, സി എന്ന് വെച്ചാൽ ക്ലാസ് ഇൻ്റർവെല്ലല്ലോ, ഇത് തമ്മിൽ ഡിഫറൻസ് എത്രയാണ് 10. അപ്പോൾ അതായിട്ട് ആദ്യം ഒന്ന് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, അത് ചെയ്തിട്ട് കഴിഞ്ഞതിന് ശേഷം എന്താണ് അതിൻ്റെ ഈ ക്ലാസ് ഇൻ്റർവെല്ലായിട്ട് പിന്നെ മൾട്ടിപ്ലൈ ചെയ്യുക. അല്ലെങ്കിൽ ഇവിടെ ക്ലാസ് ഇൻ്റർവെല്ലായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഡയറക്റ്റായിട്ട് ഇവിടെ 680 കിട്ടും. 680-ന് 60 ഡിവൈഡ് ചെയ്താൽ ഡയറക്റ്റായിട്ട് നമ്മുടെ ആൻസറിലേക്ക് പോകുന്നുള്ളതാണ്. അപ്പോൾ അതിൽ അത്രേ വരുന്നുള്ളൂ. പിന്നെ അടുത്തത് എന്താണ്, ഫൈൻഡ് കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ ഫ്രം മീഡിയൻ. അപ്പോൾ ഇവിടെ വെച്ച് എന്താ പറഞ്ഞത്, മീഡിയൻ കണ്ടിട്ട് എന്താണ് ഇതിൻ്റെ മീൻ ഡീവിയേഷനും അതേപോലെ കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷനും കാണാനുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ക്ലാസ് ഇൻ്റർവെൽസ്, ഇതാണ് ഫ്രീക്വൻസീസ്. ക്ലാസ് ഇൻ്റർവെൽസ് ഇങ്ങനെ എഴുതുക, ഫ്രീക്വൻസീസ് എഴുതുക. എന്നിട്ട് ഇവിടെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസീസ് 6 ഇവിടെ എഴുതുക, ആഡ് ചെയ്യുക, 16 എഴുതുക, ആഡ് ചെയ്യുക, 36 എഴുതുക, ആഡ് ചെയ്യുക, 40 എഴുതുക, ആഡ് ചെയ്യുക, 50 എഴുതുക. അപ്പോൾ n 50 വരുന്നത്. ഇതിൻ്റെയൊക്കെ മിഡ് വാല്യൂ ഇവിടെ എഴുതി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്നിട്ട് എന്ത് കാണുക, മീൻ കാണുക എന്നുള്ളതാണ്. അപ്പോൾ 50/2 25ാമത്തെ ഐറ്റാണ് വരുന്നത്. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ 25 കറക്റ്റ് ഇവിടെ ഉണ്ട്. 25 ഈ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ നോക്കുക, 36-ന് ഭാഗത്താട്ടം ഉണ്ടാവുക. കാര്യം 16 ചെറുതാണ്, 40 കുറച്ചും കൂടി കൂടുതലാണ്. അപ്പോൾ ഇതാണ് എന്ത് മീഡിയൻ ക്ലാസ്. ഇതാണ് L വരുന്നത് 20, ഫ്രീക്വൻസി 20 വരുന്നത്, CF 16 വരിക, കാര്യം തൊട്ട് മുൻപുള്ളത്. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് എന്ത് കാണുക, ഈ പറഞ്ഞ കണ്ടിന്യൂസ് സീരീസിൽ മീഡിയൻ കാണുക. L + n/2 - CF ഡിവൈഡ് ബൈ F × I. അതായത് 20 + n/2 എത്ര 25 മൈനസ് എന്താണ് CF 15 ഡിവൈഡ് ബൈ F 20 × 10. അപ്പോൾ എല്ലാം കൂടി ഇവിടെ ഡിവൈഡ് ചെയ്ത് എല്ലാം മൈനസ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് ഇതിനോട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 25 കിട്ടി. അതാണ് മീഡിയൻ കിട്ടുക. മീഡിയൻ കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ മിഡ് വാല്യൂ ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ. ഇവിടെ 5, 15, 25, 35, 45 എഴുതിയിട്ട് കിട്ടിയ മീഡിയനായിട്ട് മൈനസ് ചെയ്യുക. അതിൻ്റെ എന്താ നെഗറ്റീവ് സൈഡ് ഒഴിവാക്കിയിട്ട് എഴുതുക. അത് കഴിഞ്ഞിട്ട് ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക. അതുകൊണ്ട് ഇവിടെ ക്ലാസ് ഇൻ്റർവെല്ലായിട്ട് ഇവർ എന്ത് ചെയ്തില്ല, ഡിവൈഡ് ചെയ്തില്ല. അതുകൊണ്ട് ഡയറക്റ്റായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ടോട്ടൽ ചെയ്യുക. അതിന് എന്നുമായിട്ട് ഈ കിട്ടിയ 460-നെ 50 ഡയറക്റ്റായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 9.2 കിട്ടും. ഇവിടെ നേരത്തെ ചെയ്ത പോലെ ഇവിടെ വന്ന ക്ലാസ് ഇൻ്റർവെൽ എത്രയാണ് 10. അപ്പോൾ ഇതിനൊക്കെ വേണമെങ്കിൽ 10 അപ്പോൾ ഇവിടെ 2, 1, 0, 1, 2 അതിനങ്ങോട്ട് ചെയ്താൽ അപ്പോൾ ഇവിടെ എന്ത് വരും, ഇവിടെ 12,
10, 4, 20 ഇതിനെ ആഡ് ചെയ്യുക. അപ്പോൾ 46 വരുള്ളൂ. 46 വന്നിട്ട് പിന്നെ നമ്മുടെ ഈ പറഞ്ഞ മീൻ ഡീവിയേഷൻ കാണുമ്പോഴേ ഇവിടെ അപ്പോൾ 46/50, അപ്പോൾ ഇവിടെ അങ്ങനെ ആകുമ്പോൾ 46/50 × 10, അപ്പോൾ 9.2 വരും. ഓക്കെ, അങ്ങനെ ചെയ്യാന്നുള്ളതാണ്. രണ്ട് രീതിയിലും ചെയ്യാം, അത് കൺഫ്യൂസ് ആവേണ്ട കാര്യം വരുന്നില്ല. എന്നിട്ട് അതിൻ്റെ കോഎഫിഷ്യൻറ്റ് കാണുന്നതാണ് കിട്ടിയ മീൻ ഡീവിയേഷനായിട്ട് മീഡിയൻ കിട്ടി 25 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 0.368 ഇതിൻ്റെ ആൻസർ വരുന്നത്. ഇനി അടുത്ത പ്രോബ്ലമാണ് ഫൈൻഡ് ഔട്ട് ദ കോഎഫിഷ്യൻറ്റ് ഓഫ് മീൻ ഡീവിയേഷൻ യൂസിങ് മീൻ ആൻഡ് മീഡിയൻ. ഇത് വെച്ചിട്ട് മീൻ ആൻഡ് മീഡിയൻ വെച്ചിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതൊന്ന് നിങ്ങൾ ചെയ്ത് നോക്കുക. ഇതിൻ്റെ മെറിറ്റ്സ് വരുന്നത് റിജിഡ്ലി ഡിഫൈൻഡ് ആണ്. ഇതിന് ഡെഫിനേഷൻ പ്രോപ്പറായിട്ടുണ്ട്. കാൽക്കുലേഷൻ വളരെ സിമ്പിളാണ്. എല്ലാ ഒബ്സർവേഷനും നമ്മൾ എടുക്കുന്നുണ്ട്. ഇറ്റ് ഈസ് നോട്ട് എഫക്റ്റഡ് വെരി മച്ച് ബൈ ദ വാല്യൂസ് ഓഫ് എക്സ്ട്രീം ഐറ്റം ഇത് പരിഗണിക്കുന്നില്ല. ലിമിറ്റേഷൻസ് വരുന്നത് എന്താണ്? ആൾജിബ്രൈക് സയൻസിൽ നിന്നാണ് നമ്മൾ ഇഗ്നോർ ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് നോട്ട് കേപ്പബിൾ ഓഫ് ഫർദർ ആൾജിബ്രൈക് ട്രീറ്റ്മെൻറ്റ്. ഫർദറായ ആൾജിബ്രൈക് ട്രീറ്റ്മെൻറ്റ് ഇന്ന് കേപ്പബിൾ അല്ല. ഇറ്റ് ഈസ് നോട്ട് ഓഫൺ യൂസ്ഫുൾ ഫോർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ്. സ്റ്റാറ്റിസ്റ്റിക്സിന് അത്ര യൂസ്ഫുൾ അല്ല. ഇറ്റ് വിൽ നോട്ട് ഗിവ് ആക്യുറേറ്റ് റിസൾട്ട്. കൃത്യമായിട്ടുള്ള റിസൾട്ട് ഇത് തരില്ല എന്നുള്ളതാണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ ലിമിറ്റേഷൻസ് ആയിട്ടും പറയുന്നത്. ഓക്കെ, അപ്പോൾ മീൻ ഡീവിയേഷൻ വളരെ സിമ്പിളാണ്. മീൻ ആൻഡ് മീഡിയൻ കണ്ടെത്താൻ പഠിക്കുക നിങ്ങൾ ആദ്യം. അതായത് നിങ്ങളിത് അർത്തമെറ്റിക് മീൻ്റെ അല്ലെങ്കിൽ ഇതിന് തൊട്ട മുൻപത്തെ ചാപ്റ്ററിൽ മീനും മീഡിയനും കണ്ടെത്താൻ പഠിക്കുക. അത് വെച്ചിട്ട് ഓരോന്നിനും ഡീവിയേഷൻസ് കാണുക. ഡീവിയേഷൻസ് കണ്ടിട്ട് ആ ഡീവിയേഷൻസിൻ്റെ ടോട്ടൽ കാണുക. ഇനിയിപ്പോൾ ഡിസ്ക്രീറ്റും കണ്ടിന്യൂസ് ആണെങ്കിൽ ഫ്രീക്വൻസി ആയിട്ട് അത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഡീവിയേഷൻസ് കാണുക. ഡീവിയേഷൻസ് എഴുതി വെക്കുക. അതിനെന്ത് ചെയ്യുക? അതിൻ്റെ ടോട്ടൽ കാണുക. നമ്പർ ഓഫ് യൂണിറ്റ്സുമായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് മീൻ ഡീവിയേഷൻ ഫ്രം മീൻ അല്ലെങ്കിൽ മീഡിയൻ കാണുക എന്നുള്ളതാണ്. കോഎഫിഷ്യൻറ്റ് കാണണമെങ്കിൽ മീൻ ഡീവിയേഷൻ ഡിവൈഡ് ബൈ മീൻ ആണെങ്കിൽ മീൻ വെച്ചിട്ട് കാണേണ്ടതെങ്കിൽ, ഇനിയിപ്പം നമ്മുടെ മീഡിയൻ വെച്ചിട്ടാണ് മീൻ ഡീവിയേഷൻ കണ്ടതെങ്കിൽ മീൻ ഡീവിയേഷൻ ഡിവൈഡ് ബൈ മീഡിയനായിട്ട് കോഎഫിഷ്യൻറ്റ് കാണുക എന്നുള്ളതാണ്. സിമ്പിളായിട്ടുള്ള കാര്യമാണ്, ഒന്ന് നോക്കുക. ഓക്കെ.